ഹലോ ഫ്രണ്ട്സ്, ദ സ്പൈസി ടൈലിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ റെസിപ്പി എന്താണെന്ന് എല്ലാവരും കണ്ടല്ലോ. ഒരു അടിപൊളി ഹോം മെയ്ഡ് ചിക്കൻ പിസ്സയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇത് ലൂക്ക് വാം വാട്ടറാണ്, ചെറിയ ചൂടുള്ള വെള്ളമാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായ ഉപ്പാണ് അടുത്തത് ആഡ് ചെയ്യുന്നത്. ഉപ്പ് വേണ്ടത്ര ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തു. ഈ വെള്ളം എനിക്ക് 1/2 കപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ കുഴച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് 1/2 കപ്പ് ഏകദേശം എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൊത്തം എനിക്ക് ഏകദേശം ഒരു 1.25 കപ്പ് മൈദയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ലാർജ് സൈസ് പിസയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ മിക്സ്ചർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ മൈദയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വരിക. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, കുറച്ച് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കണം. ഇത് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഇത് കുഴയ്ക്കാൻ തുടങ്ങിയത്. നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് പാകത്തിന് നമ്മൾ ചപ്പാത്തി മാവൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പാകത്തിനാണ്, ഏകദേശം കുറച്ചും കൂടി ഒന്ന് ലൂസായിരിക്കണം. വളരെ സ്റ്റിക്കിയാണ് കേട്ടത്, കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ളതാണ്. കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് ഡൗ കുഴച്ച് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് എത്രത്തോളം നമ്മൾ കുഴയ്ക്കുന്നു അങ്ങനത്തെ സോഫ്റ്റായി വരും. പിന്നെ ഇത് അറിയാലോ, ഈസ്റ്റാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള മിക്സ്ചറാണ്, ആ വെള്ളത്തിനെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈസ്റ്റിൻ്റെ പ്രവർത്തനം വെച്ചിട്ട് ഇത് നന്നായിട്ട് ഈ മാവ് ഇതിലും അധികമായി ഇരട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം, ഒരു നനഞ്ഞ തുണി വിരിച്ചിട്ട്. അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി, എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നീ ഈ മിക്സറിലേക്ക് ചിക്കൻ നന്നായിട്ടിട്ടൊന്ന് കുഴക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒറിഗാനോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒറിഗാനോ ആണ് പിസ്സേൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹെർബാണ് ഒറിഗാനോ. അപ്പോൾ ഒറിഗാനോ ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചെറിയ തീയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അധികം സ്മെല്ലില്ലാത്ത ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ നുറുക്കിയതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മളുടെ പിസ്സയിലേക്ക് ചിക്കൻ പിസ്സ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെജ് പിസ്സയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതേ മിക്സറിൽ നമ്മൾ പനീർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്താൽ നല്ലൊരു പനീർ വെജ് പിസ്സയായി മാറും. അത് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നത് ചിക്കനാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊന്ന് നോക്കാം. അതെ, നന്നായിട്ട് ഇതാ പൊന്തി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് എടുത്ത് നോക്കുന്നത്. ഇനി എണ്ണ വെച്ചിട്ട് ഞാനിതൊന്ന് തടവി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇത് നമ്മളുടെ കയ്യിലേക്ക് വീണ്ടും ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഞാൻ കുറച്ച് എണ്ണ വെച്ച് തടവി കൊടുക്കുകയാണ്. ഇത് ഇനി നമ്മൾ നല്ലൊരു ബൗളാക്കി മാറ്റുക. ആ ബൗളാക്കി മാറ്റിയിട്ട് നമ്മൾ നേരിട്ട് നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഓവനൊന്നും വേണ്ട, ഇതിന് പാനിൽ തന്നെ എളുപ്പം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ മൈദ വെച്ചിട്ട് ഡസ്റ്റ് ചെയ്യാണ്. ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെടുത്ത മാവ് ഈ പാനിൽ തന്നെ വെച്ച് പരത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റില്ല, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ പാനിൽ നിന്ന് നമ്മൾ സെർവ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഈ പാനിൽ തന്നെ നമ്മളിത് വെച്ച് പ്രസ് ചെയ്ത്
ഏറ്റവും അറ്റത്തെ ഭാഗം മാത്രം കുറച്ച് കട്ടിയിൽ വേണം പ്രസ് ചെയ്ത് ഉള്ളോട്ട് ആക്കാനായിട്ട്. അതങ്ങ് പിസ്സയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ, പിസ്സയൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അറ്റത്തെ ഭാഗം കുറച്ചും കൂടി കട്ടിയിൽ പരത്തിയെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ്. പിസ്സ ബേസ് ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് പിസ്സയുടെ എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക. ഇത് പിസ്സയുടെ എല്ലാ സൈഡും ഒരുപോലെ വീർത്ത് വരാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുത്തു. ഇത് അടുത്തതായിട്ട് നമ്മളതിൽ പിസ്സ സോസാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച പിസ്സ സോസാണ്. പിസ്സ സോസ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ബ്ലാഞ്ച് ചെയ്തെടുത്ത തക്കാളി, ഒരു ഒനിയനും ഒരു ക്യാപ്സിക്കവും ഇട്ട് അരച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്താൽ ഹോം മെയ്ഡ് പിസ്സ സോസാണത്. അപ്പോൾ ഇത് ഞാൻ ഏതായാലും കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫുൾ പിസ്സ ബേസിൽ ഈ പിസ്സ സോസ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ പിസ്സ സോസിൻ്റെ ഒരു ലെയർ തേക്കുക. അടുത്തത് ഇത് മൊസറല്ല ചീസാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. മൊസറല്ല ചീസിൻ്റെ ലെയറാണ് അടുത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പീലർ ഉണ്ടാവില്ല, നമ്മൾ ഈ തൊലി കളയാനൊക്കെ ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ടാണെങ്കിലും ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ചീസ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മൊസറല്ല ചീസാണ് പിസ്സയുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് ഏറ്റവും പ്രധാനമായ സാധനം. അടുത്ത് നമ്മൾ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്തത്. പിന്നെ ക്യാപ്സിക്കം ആണ്. ഇത് ഒരു വലിയ ക്യാപ്സിക്കം ഉണ്ട്. ഇത് ക്യാപ്സിക്കം ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അധികം ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് വളരെ പിസ്സയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ക്യാപ്സിക്കം. പിന്നെ ഉള്ളിയാണ്. ഇതൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ യൂണിഫോംലി എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ നിങ്ങൾ ആഡ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. തക്കാളിയുടെ ടേസ്റ്റ് ഒരുപാട് വന്നാൽ പിസ്സ അത്ര ടേസ്റ്റി ആവില്ല. അപ്പോൾ ചെറിയൊരു കഷ്ണം തക്കാളി ആഡ് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്കത് ഇവിടെ കിട്ടിയില്ല. ഇനി നമ്മളെ മെയിൻ ഐറ്റം നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് ആണ്. നല്ലൊരു ടേസ്റ്റുള്ള പിസ്സയാണ് കേട്ടത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. നമ്മൾ ഭയങ്കര കാശ് കൊടുത്ത് കടയിൽ പോയി പിസ്സ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഓവനൊന്നും വേണ്ട നമ്മളുടെ ഈ പിസ്സ ചെയ്യാൻ. അപ്പോൾ ഒരു ലെയർ ഞാനിപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഒറിഗാനോ ആണ്. ഒറിഗാനോ നല്ല ടേസ്റ്റ് കൊടുക്കും പിസ്സയ്ക്ക്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഒറിഗാനോ. ഇറ്റാലിയൻ ഹെർബാണ് ഒറിഗാനോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ലാസ്റ്റ് ലെയർ ഓഫ് ചീസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇതിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് ഷീറ്റ് ചീസാണ്. ഷീറ്റ് ചീസാണ് ശരിക്കും പിസ്സയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഷീറ്റ് ചീസ് ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ ടെക്സ്ചർ നന്നായിട്ട് കിട്ടണമെങ്കിൽ മൊസറല്ല ചീസും വേണം. അപ്പോൾ 2 ചീസും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ നിങ്ങളത് ഉപയോഗിക്കുക. ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി എരിവിനനുസരിച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയാൻ മറന്നുപോയതാണ്. ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ചീസ് ഇതിപ്പോൾ ഏകദേശം ഒരു 2 ഷീറ്റ് ചീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റ് ലെയർ ഓഫ് ചീസ് മൊസറല്ല ചീസ് തന്നെ വീണ്ടും ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുകയാണ് ഞാൻ. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്താലും ചീസ് എത്രത്തോളം അധികമാവുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും നിങ്ങളുടെ പിസ്സ. ഞാൻ ഒരു മീഡിയം ലെവലിൽ ആഡ് ചെയ്യുന്നുള്ളൂ.
ഇപ്പോൾ റെഡിയാണ് നമ്മളുടെ പിസ്സ. ഇനി നമ്മളിത് എങ്ങനെ കുക്ക് ചെയ്യാമെന്നും കൂടി നോക്കാം. ഏതായാലും നമുക്ക് ഓവനിലൂടെ ഒന്നും അല്ല കേട്ടോ, നമ്മളുടെ ഒരു ഓവൻ സെറ്റപ്പാണ്. ഇതൊരു പഴയ ദോശക്കല്ലാണ്. അത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു ഞാൻ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ്സ വെക്കുകയാണ്. കുറച്ച് ഉയരമുള്ള ഒരു അടപ്പ് വേണം വെക്കാനായിട്ട്, കാരണം ഈ പിസ്സ ഒന്ന് വലുതായി വരും. എന്നിട്ട് ഇപ്പോൾ ഞാൻ 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. ബേക്ക് ചെയ്തതല്ല, സ്റ്റവിൽ ഞാൻ 20 മിനിറ്റോളം എടുത്തു. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. പിസ്സ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഈ പിസ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.